കൺസ്ട്രക്ഷൻ രംഗത്ത് 20 വർഷത്തെ പ്രവൃത്തി പരിചയവുമായി ജൈത്രയാത്ര തുടരുകയാണ് ഡിആർടെക് ഹോംസ്. ഈ മഹത്തായ യാത്രയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഡിആർടെക് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ക്രിസ്തുദാസ് സാറാണ്. വെൽക്കം സർ. സർ, ഡിആർടെക് ഹോംസ് പോലെയുള്ള ഒരു കമ്പനിയുടെ ക്ലയൻറ്റെയിൽ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രോജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീംസിലുള്ള ക്ലയൻസിനെ എങ്ങനെയാണ് വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊന്ന് പറയാം? നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഡിആർടെക് ഹോംസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സ്ട്രഗിളിങ് ശരിക്കും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഏതൊരു കമ്പനി റൺ ചെയ്യുമ്പോഴും ഓരോ ടൈമിലും ഓരോ ചേഞ്ചസ് കമ്പനിയിലേക്ക് വരുമ്പോഴും ഒന്ന് താഴ്ന്നിട്ടായിരിക്കും പിന്നെ അടുത്തുനിന്ന് വരുന്നത്. ഏത് കമ്പനിയായാലും അങ്ങനെയാണ്, എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ താഴ്ന്ന സമയത്താണ് നമ്മുടെ സ്കില്ല് ശരിക്കും അതിനോടൊപ്പം നിൽക്കുന്ന മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു സ്കില്ല് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒന്ന് താഴ്ന്ന സമയത്ത്. പിന്നെ അത് ഉയരുന്നത് അടുത്ത് വലിയ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും മുകളിലേക്ക് വരുന്നത്. അതുതന്നെ ഡിആർടെക് ഹോംസിനെ സംബന്ധിച്ചും ഞങ്ങൾ സാധാരണ ഡിആർടെക് ഹോംസ് എന്നാണ് ആദ്യം ഞങ്ങൾ പേരിട്ടത്. ആ ഹോംസുകൾ ചെയ്യുന്ന വീടുകൾ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം ചിന്തിച്ചതും. അതിനെ മനോഹരമാക്കി കഴിഞ്ഞപ്പോൾ അതിനടുത്ത ഘട്ടം എന്ന രീതിയിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്സ്, കൂടുതൽ വലിയ വലിയ ബിൽഡിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു കമ്പനി എന്ന ലെവലിൽ നമുക്ക് കുറച്ചുകൂടി ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി വലുതാകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും പ്രോപ്പറായിട്ട് കുറച്ചുകൂടി നല്ല ബിൽഡിങ്സ് ചെയ്യുക, കുറച്ചുകൂടി കമ്പനിയെ കുറച്ചുകൂടി മുകൾ തട്ടിലേക്ക് കൊണ്ടുവരിക, അടുത്ത സ്റ്റേജിലേക്ക് കമ്പനിയെ നയിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഗോൾസ് ശരിക്കും സെറ്റ് ചെയ്തതും ഒരു വിഷൻ കണ്ടു തുടങ്ങിയത്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം, അതായത് 2025 ഫസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഈ ഇങ്ങനെയുള്ള ഒരു കൊമേഴ്സ്യൽ കൺസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയാൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന ചിന്ത വരികയും ശരിക്കും ഒരു 5-6 കൺസ്ട്രക്ഷൻ ഞങ്ങൾക്ക് ആ ഒരു ഇയറിൽ തന്നെ നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഹോംസ് ചെയ്യാനായിട്ട് നോർമൽ കഴിവുള്ള വ്യക്തികൾക്കും കഴിയും. അപ്പോൾ നമുക്ക് കമ്പനിയിലുണ്ടായിരുന്ന മാക്സിമം എംപ്ലോയീസിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനും കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വയ്ക്കാനും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ വയ്ക്കാനൊക്കെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് പ്രത്യേകിച്ച് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയിട്ടില്ല എന്ന് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാഫും മാർക്കറ്റിങ്ങും ഒക്കെ ഓക്കെ ആയി, അതൊന്ന് സ്ട്രോങ് ആയി. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതൽ നമ്മൾ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് വർക്കുകൾ കിട്ടി എന്നായിരുന്നു. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പല ടൈപ്പിലാണ്. ഇപ്പോൾ ഞാൻ നോർമൽ കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു 50% നോർമൽ കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു 20% പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വരുന്ന ഒരു സൂപ്പർ പ്രീമിയം എന്നൊക്കെ പറയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 ടൈപ്പ് കസ്റ്റമേഴ്സാണ് നമുക്കൊരു ബിസിനസ്സിൽ നമുക്ക് കൂടുതൽ ബിസിനസ് തരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഡിആർടെക് ഹോംസിന് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനെയും നമ്മൾ മീറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള എന്താണോ അത് കൊടുക്കുക എന്നുള്ളൊരു ചിന്ത പണ്ട് മുതലേ എനിക്കുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കണം എൻ്റെ കമ്പനിയിൽ പ്രതിഫലിക്കേണ്ടതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നോർമൽ കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുള്ളൂ എന്നൊരു അങ്ങനൊരു ചിന്തയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സർവീസല്ലേ ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, ഡിആർടെക് ഹോംസ് കൊടുക്കുന്നത് സർവീസാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വില്ല പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ചിന്തിക്കുന്നത് അതാണ്. അപ്പോൾ അത് കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആണെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങ് താഴെയുള്ള കസ്റ്റമേഴ്സ് മുതൽ മുകളിലറ്റം വരെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് അവരെ മാക്സിമം എങ്ങനെയൊക്കെ ആയിരിക്കണം നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടത്, അവരുടെയൊക്കെ ചിന്തകൾ എന്തായി. അപ്പോൾ ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ആദ്യം ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ താമസിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഹോട്ടലിലായിരിക്കും, ഏറ്റവും വില കുറഞ്ഞ റൂംസിലായിരിക്കും. അത് കഴിഞ്ഞ് പ്രീമിയം കസ്റ്റമേഴ്സിനെ പഠിക്കാനായിട്ട് അടുത്ത് താമസിച്ച് തുടങ്ങിയത് കുറച്ചുകൂടി 5,000-4,000 റുപ്പീസൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു 3 സ്റ്റാറിലൊക്കെ.
പിന്നെ 5 സ്റ്റാറിലായി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള കസ്റ്റമേഴ്സിനെയും അതുപോലെ അവിടുത്തെ സ്റ്റാഫിനെയും ഈ ഓരോ സ്റ്റാർ മാറുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാഫും ഡിഫറൻസ് ആണ്. അപ്പോൾ അതേ ടൈപ്പിലുള്ള സ്റ്റാഫിനെയും നമുക്കിവിടെ കൊണ്ടുവരുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും ഞാൻ മാത്രമല്ല സ്റ്റാഫും അതേപോലെ തന്നെ ആ ഒരു 3-4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും, എന്ത് കൊടുത്താൽ അതൊരു ഓക്കെ ആകും. വെറുതെ നമ്മൾ സർവീസ് കൊടുത്താൽ പോരാ, ആ സർവീസിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയുന്ന പോലെ നമുക്കിപ്പം ആ ഒരു രീതിയിലേക്ക് കമ്പനിയെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ആയി എന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുറച്ച് നമ്മൾ അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും നോർമൽ കസ്റ്റമേഴ്സിനെ കുറച്ചൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം കസ്റ്റമേഴ്സ് ആകും. പ്രീമിയം കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ലക്ഷറിയിലേക്ക് വരും. എന്തായാലും ഈ 3 ടൈപ്പിലുള്ള കസ്റ്റമേഴ്സിനെയും ഡിആർടെക് ഹോംസിനെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് കമ്പനിയെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സാർ, ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഡിആർടെക് ഹോംസിനെ പോലെയുള്ള ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ റെനോവേഷൻ, ഇൻറ്റീരിയർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കസ്റ്റമർ ഡിആർടെക് ഹോംസിനെ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിഗ്നേച്ചർ എന്ന് ഒന്ന് പറയാമോ? ഓക്കെ, ഡിആർടെക് ഹോംസ് സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മുമ്പ് മുതലേ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുറേ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. സത്യത്തിൽ അതിനകത്ത് നമ്മളോട് നിൽക്കുന്ന ആ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്, സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ക്യാഷ് ശരിക്കും ഈ കമ്പനി സ്റ്റാർട്ടായതുപോലും ഒരു പാഷനേറ്റ് ആയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ റൺ ചെയ്ത് പോകുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് പ്രോഫിറ്റ് വേണം. കാരണം നല്ല സ്റ്റാഫ്, നല്ല ഒരു അന്തരീക്ഷം ഒക്കെ കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പാഷന് കൂടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതോടൊപ്പം തന്നെ പ്രോഫിറ്റും കൂടി ചെറിയ രീതിയിൽ നമ്മൾ എടുക്കുന്ന രീതിയിൽ അങ്ങനെ അതുകൊണ്ടാണ് ശരിക്കും പല ടൈപ്പിൽ കൺസ്ട്രക്ഷൻ ഡിആർടെക് ഹോംസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും ഡിആർടെക് ഹോംസ് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അത് ഏകദേശം ഒരു 1-2 വർഷം എടുത്തിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് ആർക്കുവേറ്റീവ് ഫീച്ചർ. കമ്പനിയുടെ ഒരു ടാഗ് ലൈൻ തന്നെ അത് തന്നെയാണ്. കാരണം ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുറ്റത്ത് 2 കാറ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിനകത്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ചിലപ്പോൾ നമ്മുടെ മക്കൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവർക്ക് വേണ്ടത് വേറെ ടൈപ്പിലുള്ള റൂംസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അന്ന് എന്താണോ വേണ്ടത് ആ ചേഞ്ചസും കൂടി ഉൾപ്പെടുത്തി ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് എപ്പോഴും ഡിആർടെക് ഹോംസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു 100 വർഷം അല്ലെങ്കിൽ 50 വർഷം നിൽക്കേണ്ട ഒന്നാണ്. അത് പെട്ടെന്ന് പൊളിച്ച് ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ പോലും ആ സ്ട്രക്ചറിന് വലിയ ഇഷ്യൂസൊന്നും ഇല്ലാതെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റീലും സിമെൻറ്റും എത്രയാണോ വേണ്ടത് ആ മെഷർമെൻറ്റിൽ തന്നെയാണ് ഞങ്ങളത് യൂസ് ചെയ്ത് പോകുന്നതും. പിന്നെ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വരുമ്പോൾ, ഇപ്പം എക്സിക്യൂഷൻ രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ടാഗ് ലൈനാണ്. പക്ഷേ എക്സിക്യൂഷൻ രംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു ടാഗ് ലൈൻ മറ്റൊന്നാണ്, അതായത് ബെറ്റർ കൺസ്ട്രക്ഷൻ ആൻഡ് സ്പീഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് സ്പീഡായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം, പക്ഷേ ബെറ്റർ ആയിരിക്കുകയും ചെയ്യണം. വെറുതെ സ്പീഡ് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്കും ഉണ്ടാവണം. ഇത് രണ്ടും വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്യുമ്പം അവിടെ സ്മാർട്ട് വർക്കും, പിറ്റേ ദിവസത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹാർഡ് വർക്കും ആകുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ശരിക്കും എക്സിക്യൂഷൻ ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും ഡിആർടെക് ഹോംസ് ചെയ്തു പോരുന്നത്. ശരിക്കും സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ഉൾപ്പെടുത്തി പോകുന്നതായിരിക്കും മറ്റ് കമ്പനിയിൽ നിന്നും ഡിആർടെക് ഹോംസിനെ വേറെ തീർക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ സർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഡിആർടെക് ഹോംസിന് നേരിടേണ്ടി വന്നിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, ആൻഡ് ആ ചാലഞ്ചസ് നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് പോയത് എന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ശരിക്കും കൺസ്ട്രക്ഷൻ രംഗത്ത് ചലഞ്ചസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. പിന്നെ നമ്മുടേതായിട്ടുള്ള അത് ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ചലഞ്ചാണ്. ഇതൊരു ശരിക്കും ഓരോ ചലഞ്ചസും ഓരോ അവസരങ്ങളായിട്ട് ആണ് സത്യത്തിൽ കമ്പനി മിക്കവാറും ചിന്തിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നമാണ്, നമുക്കൊരു കാരണവശാലും ഇത് ചലഞ്ചാണ്, ഇത് ഡിആർടെക് ഹോംസിന് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകത്തില്ല. നമുക്ക് എന്ത് ഒരു സാധനം കിട്ടിയാലും അതിന് എത്രത്തോളം മാക്സിമം അതിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ആ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയും ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡിആർടെക് ഹോംസിൽ. കാരണം ഡിആർടെക് ഹോംസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഞാൻ തന്നെയായിരുന്നു.
ചലഞ്ച് ഏറ്റെടുക്കുന്നത് ഞാൻ തന്നെയായിരുന്നു, സ്റ്റാഫും ഞാൻ തന്നെയായിരുന്നു, വർക്ക് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അത് ശരിക്കും എല്ലാ കമ്പനീസും അങ്ങനെ തന്നെയാണ്, ഓരോ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഓരോ രീതിയിലുള്ള ചെറിയൊരു ഡെവലപ്മെൻറ്റ്സ് എനിക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുകയും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പം എല്ലാം ഒരു 7 ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ്. അക്കൗണ്ട്സ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും എക്സിക്യൂഷൻ ആണെങ്കിലും ഒക്കെ 7 ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലാണ് നമുക്കിപ്പോൾ ഇവിടെ DR Tech Homes പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചലഞ്ചസ് വന്നാൽ പോലും അത് അവിടെ തീർക്കുകയും മുകളിലേക്ക് ആ ഒരു ഇഷ്യൂ വലുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പനി ടോട്ടൽ ഒരിക്കലും ആ ഒരു ചലഞ്ച് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഒത്തിരി ചലഞ്ച്, പിന്നെ ഈ പറയുമ്പോൾ ചലഞ്ച് നമ്മൾ ചലഞ്ചായിട്ട് എടുക്കാതിരുന്നാൽ മതി. എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്ത് സ്റ്റേജ് ആയാലും, ഇപ്പോൾ നമ്മുടെ ജീവിതം നോക്കിയാലും ചിലപ്പോൾ ഒന്ന് മുകളിലേക്ക് വരും, പിന്നെ നേരെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് വിഷമിച്ച് പോകും. അപ്പോൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് സന്തോഷിച്ച് പോകും. ഇതൊന്നും DR Tech Homes'ന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സന്തോഷവും പ്രത്യേകിച്ചില്ല, ഒരു ദുഃഖവും പ്രത്യേകിച്ചില്ല. രണ്ടിൻ്റെയും ഇടയിൽ കൂടി നമ്മുടെ കർമ്മം, അപ്പോൾ ആ കർമ്മം പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കണം. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അവരെ കണ്ണിൽ നോക്കി അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം, സ്കില്ലായിരിക്കണം, പൂർണ്ണമായിട്ടും സ്കിൽഡ് ആയിരിക്കണം. ടെക്നോളജി ബേസ് ചെയ്തുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആ കഴിവുകളുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചലഞ്ചസ് നമുക്ക് വന്നാലും വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നത്തില്ല. ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റിസർച്ചിൽ നിന്ന് കൊമേഴ്സിലേക്ക് മാറിയപ്പോഴും മാർക്കറ്റിംഗ് രംഗത്തും ഒക്കെ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊരു ചലഞ്ച് പറയാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് ഓരോ ചലഞ്ചസും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവസരങ്ങളായിട്ട് നമ്മൾ രൂപീകരിക്കുകയും അത് ആ ടൈപ്പിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കാം. സർ, കൺസ്ട്രക്ഷൻ ഫീൽഡിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതായത് ഓരോ മൊമെൻറ്റിലും ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജനറേഷനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസാണ് DR Tech Homes'ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്? ഈ നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഇപ്പം നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഓട് അല്ലെങ്കിൽ ഓല അങ്ങനെയൊക്കെയുള്ള ടൈപ്പുള്ള വീടുകളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി ഇപ്പോൾ ടോട്ടലി ചേഞ്ചായി. അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ പഴയ വീട്ടിൽ ഇപ്പോൾ പറയുന്നത് പോലും ട്രഡീഷണൽ ഹൗസ് എന്നാണ്, അല്ലെങ്കിൽ കേരള സ്റ്റൈൽ ഹൗസ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അത് മാറി ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലായി, പിന്നെ സ്മാർട്ട് ഹോംസായി. ഇങ്ങനെ ഈ കാലോചിതമായിട്ട് ഓരോ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഓരോന്നും മാറുന്നത് പോലെ തന്നെ കൺസ്ട്രക്ഷൻ രംഗത്തും അങ്ങനെയുള്ള ചേഞ്ചസ് വന്നേ ഉള്ളൂ. ശരിക്കും ആവശ്യം, ഇപ്പം മനുഷ്യൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് റൂംസിൻ്റെ ക്രമീകരണം എല്ലാം അതുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഫ്രണ്ടിലും അല്ലെങ്കിൽ ഇൻസൈഡും കാണുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിലുള്ള വീടുകളിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ അത്ര നോക്കത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വ്യൂ ഭംഗിയാക്കാൻ ശ്രമിച്ചു, അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ കുറച്ചുകൂടി ഭംഗിയാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നോക്കുമ്പം ഫ്രണ്ട് വ്യൂ നന്നായിരിക്കണം, അതേപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഇൻസൈഡിലേക്ക് വീട്ടിനകത്തേക്ക് കയറി വരുന്നവർക്കൊരു വൗ ഫീലിംഗ് ഉണ്ടാക്കുക എന്ന രീതിയിലേക്ക് ഇൻറ്റീരിയർ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യുന്ന വീടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഹോംസ് ശരിക്കും നമ്മളിപ്പം ജസ്റ്റ് കയറുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആക്കുക, സ്വിച്ച് ഇട്ടില്ലെങ്കിൽ പോലും തന്നെ ഓട്ടോമാറ്റിക്കലി ഫാൻ ഓൺ ആവുക, അല്ലെങ്കിൽ AC ഓൺ ആവുക, ഇങ്ങനെയുള്ള സ്മാർട്ട് ഹോംസും വന്നു തുടങ്ങി എന്നുള്ളതാണ്. DR Tech Homes'നെ സംബന്ധിച്ചും സ്മാർട്ട് ഹോംസിന് 1-2 കൺസ്ട്രക്ഷൻസ് ഞങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഫുൾ സ്മാർട്ടായിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വരുമ്പോൾ ആദ്യം ജസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് സ്കിൽഡ് ആവണം, അതൊന്ന് പഠിക്കാനും അതൊന്ന് മനസ്സിലാക്കാനുള്ള ടൈം കിട്ടും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് വീണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എന്താ പറയുക, സ്മാർട്ട് ഹോം ആണെങ്കിലും എന്ത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ശരിക്കും നമ്മൾ ഡിസൈൻ അനുസരിച്ച്, ഇപ്പോൾ കമ്പനിയിലാണെങ്കിൽ DR Tech'ലാണെങ്കിൽ മാക്സിമം AI ബേസ് ചെയ്തുള്ള ഇപ്പം മാർക്കറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇപ്പോൾ 2D ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ AI ബേസ് ചെയ്ത് അത് പ്രീമിയം AI തന്നെ എടുത്തിട്ട് AI ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഡിസൈൻസും ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നൊരു ഒരു 1 year ആയിട്ട് അങ്ങനെയുള്ള AI ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഇപ്പം കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ DR Tech Homes'ലും ഞങ്ങൾ അനിവാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്, അത് ആപ്ലിക്കബിളായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. DR Tech, an archway to future.